ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഇന്ത്യ ചൈന ബന്ധം കഴിഞ്ഞ ഒക്ടോബർ മുതൽ മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശിശുമരണങ്ങൾ കുറയ്ക്കുന്നതിൽ ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രശംസിച്ച് ഐക്യരാഷ്ട്രസഭ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവകാശ ലംഘന നോട്ടീസ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ തള്ളി. പിഎം റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് കോൺഗ്രസ് ചീഫ് വിപ്പ് ജയറാം രമേശ് അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. ചോദ്യോത്തരവേള ഇരുസഭയിലും പുരോഗമിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്നും വലിയ തോതിൽ പണം കണ്ടെത്തിയ സംഭവം സഭ ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യം ഉന്നയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം നിർവഹിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിക്കുക. ഒറ്റ നിലയിലായി പണിയുന്ന വീടുകളിൽ ഭാവിയിൽ 2 നിലയാക്കാൻ സാധിക്കും വിധമാണ് അടിത്തറയൊരുക്കുക. ആരോഗ്യകേന്ദ്രം, അങ്കണവാടി, പൊതുസ്ഥാപനങ്ങൾ, വ്യാപാര സൌകര്യങ്ങൾ, കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങിയവയും ടൌൺഷിപ്പിൽ ഒരുക്കുന്നുണ്ട്. ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നിർവഹിക്കുന്നത്. ടൌൺഷിപ്പിൽ വീടിന് താൽപര്യപ്പെടാത്ത ഗുണഭോക്താക്കൾക്ക് 15 ലക്ഷം രൂപ നൽകും. ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും കൂട്ടായ പേരിലാണ് വീടും സാമ്പത്തിക സഹായവും നൽകുക. പുനരധിവാസത്തിനുള്ള അന്തിമ പട്ടികയിൽ 402 ഗുണഭോക്താക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഏഷ്യ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ക്യൂങ് വാ കാങ്ങുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചൈന ബന്ധം കഴിഞ്ഞ ഒക്ടോബർ മുതൽ മെച്ചപ്പെട്ട നിലയിലാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. വ്യാപാരം, ഊർജ്ജ സുരക്ഷ എന്നീ മേഖലകളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർണായക ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും തീരുമാനത്തിന്റെ ഭാഗമായ ചർച്ചകളും തുടരുന്നതായി ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. On trade, we had a very open discussion, and the result of that discussion was that the Prime Minister and the President agreed that we would conclude not a free trade agreement, but a bilateral trade agreement by fall this year, and that is what is currently under discussion. ശിശുമരണങ്ങൾ കുറയ്ക്കുന്നതിൽ ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രശംസിച്ച് ഐക്യരാഷ്ട്രസഭ. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്ന UN റിപ്പോർട്ടിൽ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരംഭങ്ങളെയും അഭിനന്ദിക്കുന്നുണ്ട്. 2000 മുതലുള്ള കണക്കുകൾ പ്രകാരം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 70%, നവജാത ശിശുമരണ നിരക്ക് 61% കുറയ്ക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും വിവാഹപൂർവ്വ കൌൺസിലിംഗ് കേന്ദ്രം തുറക്കുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആരംഭിച്ച സംരംഭത്തിലൂടെ ഇതുവരെ 11 സംസ്ഥാനങ്ങളിലായി 23 കേന്ദ്രങ്ങൾ തുറന്നതായി കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കർ പറഞ്ഞു. ജില്ലാതല തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാവും ഇവ പ്രവർത്തിക്കുക. വിവാഹമോചനവും ഗാർഹിക പ്രശ്നങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. കൽക്കരി ഖനി ലേലത്തിന്റെ 12ാം ഘട്ടത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ആഭ്യന്തര വിദേശ നിക്ഷേപകർ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഊർജ്ജ, വ്യാവസായിക മേഖലകളിലെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്ക് ഇത് പ്രോത്സാഹനം പകരുമെന്ന് കേന്ദ്ര കൽക്കരി മന്ത്രാലയം വ്യക്തമാക്കി. തദ്ദേശീയമായി വികസിപ്പിച്ച ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈലിന്റെ പരീക്ഷണം ഒഡീഷ തീരത്തെ ചാന്ദിപൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി നടന്നു. നിർണായക നേട്ടത്തിൽ DRDOയെയും ഇന്ത്യൻ നാവികസേനയെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. പ്രതിരോധ ഗവേഷണ വികസനത്തിലെ ഇന്ത്യയുടെ മികവിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
അമേരിക്കൻ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് അസാധാരണ നടപടിയെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ സെക്രട്ടറിക്ക് അനുമതി നൽകുകയും കേരളത്തിൽ നിന്നുള്ള മന്ത്രിക്കും സെക്രട്ടറിമാർക്കും അനുമതി നൽകാതിരിക്കുകയുമാണ് ഉണ്ടായത്. കൃത്യമായ വിശദീകരണം നൽകാതെയാണ് യാത്ര തടഞ്ഞതെന്നും ആര് പങ്കെടുക്കണമെന്ന് സംഘാടകരാണ് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. 10ാം ക്ലാസ് പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം സംസ്ഥാനത്തൊട്ടാകെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ക്യാമ്പുകളുടെ പ്രവർത്തനം 2 സ്പെല്ലുകളായാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്താനായി 89 ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മെയ് 3ാം വാരത്തിനുള്ളിൽ ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു. SSLC മാർച്ച് 2025 പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തൊട്ടാകെ പരീക്ഷാഭവൻ ഉൾപ്പെടെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി നടക്കും. ക്യാമ്പുകളുടെ പ്രവർത്തനം 2 സ്പെല്ലുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 2025 മാർച്ചിലെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്താനായി 89 ക്യാമ്പുകൾ തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിൽപ്പെട്ട 9 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചു. കേരള എയ്ഡ്സ് സൊസൈറ്റി നടത്തിയ സ്ക്രീനിംഗിലാണ് HIV ബാധ കണ്ടെത്തിയത്. ഇതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് രോഗബാധയ്ക്ക് കാരണം. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്ര കായിക സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ പങ്കെടുക്കും. 8 ദിവസം നീണ്ട ചാമ്പ്യൻഷിപ്പിൽ 6 ഇനങ്ങളിലായി 1300-ലധികം പാരാ അത്ലറ്റുകളാണ് ഗെയിംസിൽ മാറ്റുരച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഹൈദരാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8 വിക്കറ്റിന് വിജയിച്ചു. രാജസ്ഥാൻ ഉയർത്തിയ 152 റൺസ് വിജയലക്ഷ്യം കൊൽക്കത്ത 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയായിരുന്നു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതിയ തീരുവ ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരും. വിപണിയിൽ കാർ വില വൻതോതിൽ ഉയരാൻ തീരുമാനം ഇടയാക്കും. വാഹന നിർമ്മാണ രംഗത്ത് പ്രബല സ്ഥാനം വഹിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും തീരുമാനം തിരിച്ചടിയാവും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കുന്ന രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ഏർപ്പെടുത്തിയ മറുപടി ചുങ്കവും ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരും. 2022 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ബ്രസീലിയൻ സുപ്രീംകോടതി. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ബോൾസനാരോയ്ക്ക് ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ 2023 ജനുവരിയിൽ ആയിരക്കണക്കിന് ബോൾസനാരോ അനുകൂലികൾ ബ്രസീലിയയിലെ സർക്കാർ മന്ദിരങ്ങളിൽ അക്രമം നടത്തിയിരുന്നു. ഗാസയിൽ ഈ മാസം 18 മുതൽ 430-ലധികം ഇടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി ഔദ്യോഗിക റിപ്പോർട്ട്. 2 മാസത്തെ വെടിനിർത്തൽ കരാറിന് പിന്നാലെയുണ്ടായ ആക്രമണത്തിൽ ഇതിനകം 830ഓളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. തേയില കയറ്റുമതിയിൽ സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച് ഇന്ത്യ. ശ്രീലങ്കയെ മറികടന്ന് 2024 ലോകത്തെ 2ാമത്തെ വലിയ തേയില കയറ്റുമതി രാജ്യമായാണ് ഇന്ത്യ മാറിയത്. കഴിഞ്ഞ വർഷം 255 ദശലക്ഷം കിലോഗ്രാം തേയിലയാണ് രാജ്യം കയറ്റുമതി ചെയ്തത്. കയറ്റുമതിയിലെ 1ാം സ്ഥാനം കെനിയ നിലനിർത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 364 പോയിന്റ് നേട്ടത്തിൽ 77,653-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 109 പോയിന്റ് നേട്ടത്തിൽ 23,595-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 320 രൂപ വർദ്ധിച്ച് 65,880 രൂപയും ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 8,235 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊട്ടാരക്കര, മൂന്നാർ, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, പൊന്നാനി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ അൾട്രാ വയലറ്റ് സൂചിക ഉയർന്ന തോത് രേഖപ്പെടുത്തി. ആശ്രിത നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പുതുക്കി. സർവീസിലിരിക്കെ മരിക്കുമ്പോൾ 13 വയസ്സ് തികഞ്ഞ മക്കൾക്ക് മാത്രമേ ഇനി ആശ്രിത നിയമനം വഴി ജോലി ലഭിക്കൂ. മരണപ്പെട്ട ജീവനക്കാരന്റെ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഇന്ത്യ ചൈന ബന്ധം കഴിഞ്ഞ ഒക്ടോബർ മുതൽ മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശിശുമരണങ്ങൾ കുറയ്ക്കുന്നതിൽ ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രശംസിച്ച് ഐക്യരാഷ്ട്രസഭ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.